പ്രൈസ് ദി ലോർഡ്. മനോഹരമായ പ്രഭാതയാമത്തിൽ തിരുവചനത്തെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ദൈവാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നതായ ഒരു വചനം യെശയ്യാ പ്രവചനം 46 അധ്യായം 4 വാക്യം. നിങ്ങളുടെ വാർദ്ധക്യകാലത്തും ഞാൻ അനന്യൻ തന്നെ, നിങ്ങൾ നരച്ചാലും ഞാൻ നിങ്ങളെ ചുമക്കും, ഞാൻ അത് ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം നമ്മോട് ചെയ്യുന്നതായ വാഗ്ദത്തങ്ങൾ അത് ഉത്തരവാദിത്വമുള്ള വാക്കുകളാണ്. മനുഷ്യൻ നമ്മോടൊരു വാക്ക് പറയുമ്പോൾ, ഒരു പ്രോമിസ് ചെയ്യുമ്പോൾ അത് വാഗ്ദാനമാണ്, വാഗ്ദത്തമല്ല. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ നമുക്ക് ഉദാരമായി സംഭാവന ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് പോലെ, ഒരു ആശ്വാസത്തിന് വേണ്ടി നമ്മോട് പറയുന്നതാണെങ്കിൽ അതെപ്പോഴും അത് പൂർണ്ണമാക്കപ്പെടണമെന്നില്ല. ചിലരൊക്കെ വാഗ്ദാനങ്ങളൊക്കെ പറയും. മന്ത്രിമാർ പല വാഗ്ദാനങ്ങൾ ചെയ്യും, ഭരണാധികാരികൾ വാഗ്ദാനങ്ങൾ ചെയ്യും, അന്യമനുഷ്യർ നമ്മുടെ ആപത്തിലൊക്കെ ഇന്നത് നമുക്ക് ചെയ്യാമെന്ന് വാഗ്ദാനങ്ങൾ ചെയ്യും. പക്ഷെങ്കിൽ അതെല്ലാം 100% അത് സഫലീകരിക്കപ്പെടണമെന്നില്ല. എന്നാൽ ദൈവം ഒരു വാക്ക് നമ്മോട് കൽപ്പിക്കുമ്പോൾ വാഗ്ദാനമല്ല, അത് വാഗ്ദത്തമാണ്. എന്താണ് ഈ വാഗ്ദത്തം? ഉത്തരവാദിത്വത്തോടുകൂടെ അത് അവസാനം വരെ ചെയ്തു തീർക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന ഒരു വിശ്വസിക്കാവുന്നതായ ഒരു വാക്ക്. ദൈവത്തിന് സ്തോത്രം. അതാണ് വാഗ്ദത്തം എന്ന് പറയുന്നത്. നമ്മുടെ ദൈവം ഈ പ്രഭാതത്തിൽ നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ വാർദ്ധക്യകാലത്തും ഞാൻ അനന്യൻ തന്നെ. എന്താണ് ഈ അനന്യൻ? നിങ്ങൾ വാർദ്ധക്യമാകുമ്പോൾ, കഴിവില്ലാത്തവരാകുമ്പോൾ, ബലഹീനരാകുമ്പോൾ, ആരും സഹായമില്ലാത്തവരാകുമ്പോൾ അന്യനെപ്പോലെ ഞാൻ നിങ്ങളോട് ഇടപെടുകയില്ല. ഞാൻ അനന്യനായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അന്യനാകുകയില്ല, ഞാൻ നിങ്ങൾക്ക് അടുത്ത് വരുന്നവനാകും, ചേർന്നിരിക്കുന്നവനാകും, സ്വന്തക്കാരനായിരിക്കും, മാതാവായിരിക്കും, പിതാവായിരിക്കും, സഹോദരനായിരിക്കും, മക്കളായിരിക്കും. ഏത് നിലപാടിൽ നിനക്കത് എന്നെ ആവശ്യമുണ്ടോ ആ നിലവിൽ തന്നെ ഞാൻ നിന്നോട് അടുത്തു വരും എന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിനുശേഷം ദൈവം നമ്മോട് അരുളി ചെയ്യുകയാണ്, നിങ്ങൾ നരച്ചാലും ഞാൻ നിങ്ങളെ ചുമക്കും. ഒരു നരച്ച വ്യക്തിയെ ചുമക്കുവാൻ സ്വന്തം മക്കൾ പോലും സാധാരണ തയ്യാറാകുകയില്ല. എന്നാൽ ദൈവം പറയുകയാണ്, നിന്നെ ചുമക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അതിന് കാരണം നിന്നിൽ ബലമില്ലാത്തവനായി, നടക്കുവാൻ കഴിവില്ലാത്തവനായി, അല്ലെങ്കിൽ ചലിക്കുവാൻ കഴിവില്ലാത്തവനായി ഒരാൾ എടുത്തുകൊണ്ട് പോകേണ്ട ഗതിയിൽ, ആ നിലപാടിൽ നിൻ്റെ അവസ്ഥയായിരുന്നാൽ ശരി, ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ചുമക്കും. അതിനുശേഷം ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഞാൻ അത് ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. ശത്രുക്കളുടെ കയ്യിൽ നിന്നും, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും നടക്കുവാൻ കഴിയാത്ത, എഴുന്നേൽക്കുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ ചലിക്കുവാൻ കഴിയാത്തതായ നിന്നെ വിടുവിച്ചു കൊണ്ടുപോകും. ഒരു ശത്രുക്കളോ അല്ലെങ്കിൽ ഒരു ജന്തുക്കളോ ആക്രമിക്കുവാൻ വന്നാൽ ചലനമറ്റവർക്കത് രക്ഷപ്പെടുവാൻ കഴിയുകയില്ലെങ്കിലും ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ആ സമയത്ത് വിടുവിക്കുവാൻ വേണ്ടി നിൻ്റെ അടുത്ത് വരും. ഇതിൽ വലിയൊരു വാഗ്ദത്തം ഒരു മനുഷ്യന് ലഭിക്കുവാൻ വേറൊന്നുമില്ല. ആരോഗ്യമുള്ളവരായിരിക്കുമ്പോൾ നമ്മൾ വലിയ ഇൻഷുറൻസുകൾ എടുക്കും. എന്തിനാണെന്നറിയാമോ? പ്രായമാകുമ്പോൾ, വാർദ്ധക്യമാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളതായ പരിരക്ഷ ലഭിക്കുന്നതിന് വേണ്ടി, സഹായം ലഭിക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള ഇൻഷുറൻസ് പോളിസികളിൽ നമ്മൾ ചെന്നെത്തും. അതിനൊരുപാട് പ്രീമിയം നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ആ കമ്പനിക്കാർക്ക് നഷ്ടമായ രീതിയിൽ അവർ ചെയ്യുകയില്ല. തീർച്ചയായിട്ടും അവർ അതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇൻഷുറൻസ് കമ്പനികൾ നടത്തുന്നത്. എന്നാൽ ഇവിടെ ലാഭത്തിന് വേണ്ടിയല്ല, തൻ്റെ കുഞ്ഞുങ്ങളുടെ ലാഭം, തൻ്റെ കുഞ്ഞുങ്ങളുടെ സുഖം, തൻ്റെ കുഞ്ഞുങ്ങളുടെ സൗകര്യം, അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ആരും കൊടുക്കാത്തതായ ഒരു പരിരക്ഷ എൻ്റെ മക്കൾക്ക് കൊടുക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ട് ദൈവം നമ്മോട് അരുളി ചെയ്യുകയാണ്, ഈ പ്രഭാതത്തിൽ നീ നരച്ചാലും ഞാൻ നിന്നെ ചുമക്കാം. മറ്റുള്ളവർ നിന്നെ ചുമക്കുവാൻ അല്ലെങ്കിൽ
വൃത്തിഹീനമായിരിക്കുന്നതായ നിന്നെ തൊടുവാനും നിന്നെ പരീക്ഷിക്കുവാനും അവർ മനസ്സ് വയ്ക്കില്ലായിരിക്കാം. എന്നാൽ ഞാൻ നിന്നെ ചുമക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം തക്ക സമയത്ത് അത്ഭുതകരമായ ചില വഴികൾ തുറന്നുകൊണ്ട് ദൈവം തൻ്റെ ദൂതന്മാരെ, തൻ്റെ വാക്കനുസരിക്കുന്ന അനേക ഭൃത്യന്മാരെ അയച്ച് നമ്മെ ശുശ്രൂഷിപ്പിക്കും. നമുക്ക് വേണ്ടത് ചെയ്യും. ദൈവം അത് ചെയ്തിരിക്കിയാൽ നാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിരിക്കണം. ദൈവം പറയുന്നു, ദൈവത്തിൻ്റെ വാഗ്ദാനം വെറുതെ ഞാൻ വാക്ക് പറഞ്ഞിട്ട് പോവുകയല്ല, ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കിനിയും നടന്ന് നമ്മുടെ പാതകളിൽ കൂടെ പോയാൽ മതി. ദൈവം സകലതും നമുക്കായി ഒരുക്കിയിരിക്കുകയാണ്. വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഇത് ഏറ്റെടുത്ത് അവരുടെ ജീവിതത്തിൽ അനുഭവസ്ഥമാക്കുവാൻ കഴിയുകയുള്ളൂ. അവിശ്വസിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ അവിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ കാണുവാൻ കഴിയുകയില്ല. വിശ്വാസമുള്ള ഹൃദയങ്ങൾക്ക് വേണ്ടി ദൈവം അരുളി ചെയ്യുന്ന വാക്കാണ്, നിങ്ങളുടെ വാർദ്ധക്യത്തിലും ഞാൻ അനന്യനായിരിക്കും, ഞാൻ നിങ്ങൾ നരച്ചാലും നിങ്ങളെ ചുമക്കും, നിങ്ങൾക്കാവശ്യമായതൊക്കെ എല്ലാ നന്മകളും ചെയ്യും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ജീവിതത്തിൽ പ്രത്യാശയില്ലാതെ കഴിയുന്ന ജനങ്ങളാണ് ഇന്ന് ലോകത്തിൽ ഏറിയ പങ്കും. ഇന്ന് നാം ലോകത്തിൻ്റെ അവസ്ഥകളിലേക്ക് ഇറങ്ങി നോക്കൂ. ആശ്വാസമില്ലാതെ തകർന്ന് തരിപ്പണമായ ജീവിതങ്ങൾ നമുക്ക് പലതരം കാണാം. എന്നാൽ അവിടെയൊക്കെയും ദൈവത്തിൽ നിന്നൊരാശ്വാസം പ്രാപിക്കുന്നതായ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ കൊടുക്കുവാൻ ദൈവത്തിൻ്റെ വചനങ്ങൾ ഉണർവോടെ ജീവനുള്ളതായി ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്കായി ദൈവം അരുളി ചെയ്യുകയാണ്. ഞാൻ നിങ്ങളെ ചുമക്കുന്ന ദൈവമാണ്, നിങ്ങളെ കൈവിടാത്ത ദൈവം. ദൈവത്തിൽ ആശ്രയം വെച്ച ഭൃത്യന്മാർക്കൊക്കെയും, ദൈവത്തിൽ ആശ്രയം വെച്ച ഭക്തന്മാരൊക്കെയും ദൈവത്തിൻ്റെ നന്മകളെ കണ്ടിട്ടുള്ളതായ അനേക സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. അനേകരുടെ അനുഭവത്തിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭക്തന്മാരുടെ ജീവിതം, ദൈവം അവരെ പരിപാലിക്കുന്ന വിധം, അവരെ സൂക്ഷിക്കുന്ന വിധം, ഒരുപക്ഷെങ്കിൽ നമ്മെ വലിയ കോടീശ്വരന്മാരാക്കുന്നതിനും ധനികരാക്കുന്നതിനും വേണ്ടിയുള്ള വാഗ്ദാനമായിരിക്കില്ല ദൈവം ചെയ്യുന്നതെങ്കിലും, നിന്റെ ഭാരം യഹോവയുടെ മേൽ വയ്ക്കുക, അവൻ നിന്നെ പുലർത്തും എന്ന് പറഞ്ഞാൽ, പുലരുവാൻ കഴിവില്ലാത്ത ഒരു വ്യക്തിയെ പുലർത്തുവാൻ ദൈവത്തിൻ്റെ ശക്തി അവിടെ എഴുന്നള്ളി വരും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഒരുപക്ഷെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെയും അല്ലെങ്കിൽ നാം ചിന്തിക്കുന്നതും മോഹിക്കുന്നതുമായ സകല കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു ഉയർച്ച ആയിരിക്കത്തില്ല ദൈവം നമുക്ക് തരുന്നത്. തൻ്റെ ഹിതം പോലെ നമുക്ക് പുലർന്നു പോകുവാൻ, ജീവനുള്ളവരുടെ ദേശത്ത് പുലരുവാനുള്ളതായ ഒരു വഴിയും വാതിലും തുറന്നു തന്നുകൊണ്ട് ദൈവം ആശ്വാസത്തിൻ്റെ കരവുമായി നമ്മെ സന്ദർശിക്കും, നമ്മോട് കൂടെയിരിക്കും. ദൈവം നമ്മോട് അരുളി ചെയ്തത് അത് നിവർത്തിക്കുവാൻ ദൈവം ഉത്തരവാദിത്വം എടുക്കുന്ന ഒരു വാഗ്ദത്തം നമുക്കായി ദൈവം ശേഷിപ്പിച്ചിരിക്കുന്നു. എത്ര പേർക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ ആശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ആശയറ്റതായ അല്ലെങ്കിൽ അവലംബമറ്റതായ, ആരിലും ആശ്രയമില്ലാത്ത ജീവിതങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്നതായ ചില വാഗ്ദത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രകാശത്തെ കൊണ്ടുവരുവാൻ, അവരുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുവാൻ, അവരുടെ ഹൃദയത്തിന് ആശ്വാസം കൊടുക്കുവാൻ, സമാധാനമില്ലാത്ത ജീവിതങ്ങൾക്ക് സമാധാനം അരുളുവാൻ ദൈവത്തിൻ്റെ ശബ്ദം ഈ പ്രഭാതത്തിലും നമ്മെ തേടി വന്നിരിക്കുകയാണ്. ആഗ്രഹിക്കുന്ന മുഖങ്ങൾക്ക്, ആഗ്രഹിക്കുന്ന ഹൃദയങ്ങൾക്ക്, ദാഹിക്കുന്ന ജീവിതങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് തൃപ്തി പ്രാപിക്കുവാൻ ഈ പ്രഭാതം ഉതകുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമ്മോട് അരുളി ചെയ്തതായ വചനം, ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകിയതായ വചനം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വായിക്കാം. യെശയ്യാപ്രവചനം 46-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. നിങ്ങളുടെ വാർദ്ധക്യകാലത്തും ഞാൻ അനന്യൻ തന്നെ, നിങ്ങൾ നരച്ചാലും ഞാൻ നിങ്ങളെ ചുമക്കും, ഞാൻ അത് ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് സാധ്യമാക്കുന്നതായ, അനുഭവിക്കുവാൻ കഴിയുന്നതായ ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് നമ്മെ നയിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.